നമസ്കാരം. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളും തന്നെ ബ്രിട്ടീഷുകാർ പണിത് തുടങ്ങിയതാണ് എന്ന് പറയാം. ഇന്ത്യയിൽ നിന്ന് പലതും ചൂഷണം ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യ ഒരു വലിയ മാർക്കറ്റായിരുന്നു. ഇങ്ങോട്ട് ഒരുപാട് സാധനങ്ങൾ അവർ ഇറക്കുമതി ചെയ്ത് അതിൽ നിന്നുമൊക്കെ പണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ഇതിനെല്ലാം പോർട്ടുകളും റെയിൽവേയും ഒക്കെ ആവശ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് അവരിതെല്ലാം നിർമ്മിക്കുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ് പല മഹാനഗരങ്ങളും മുംബൈയും ചെന്നൈയും കൊൽക്കത്തയും ഒക്കെ ഉൾപ്പെടെ എല്ലാ പ്രധാന നഗരങ്ങളും അവരങ്ങനെ പണിത് തുടങ്ങിയതാണ് എന്ന് പറയാം. എന്നാൽ ബ്രിട്ടീഷ് ഭരണകാലത്തെ അത്തരം നഗരങ്ങളുടെ ചിത്രങ്ങൾ കണ്ടാൽ എത്ര മനോഹരമാണ്, എത്ര ശാസ്ത്രീയമായിട്ടാണ്, എത്ര പ്ലാനിങ്ങോടെയാണ് അതെല്ലാം തുടങ്ങിയത് എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇന്ന് ആ നഗരങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ഏച്ച് കെട്ടി വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക. എന്തുകൊണ്ടാണ് ലോകത്തിലെ തന്നെ ഏറ്റവും മോശം നഗരങ്ങളിൽ അല്ലെങ്കിൽ ഏറ്റവും അശാസ്ത്രീയമായ വൃത്തിയില്ലാത്ത നഗരങ്ങളിലൊക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഇടം പിടിച്ചിരിക്കുന്നത്? ഏറ്റവും ചെറിയ കാര്യങ്ങൾ തൊട്ട് നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് പോകാം. ഇന്ത്യയിൽ ഏറ്റവും അശാസ്ത്രീയമായിട്ട് പണിയുന്ന ഒന്ന് ഓടകളാണ്. കേരളത്തിൽ തന്നെയും റോഡിന്റെ ഒരു ഭാഗത്തായിട്ട് ഓട പണിത് സ്ലാബിട്ട് മൂടി ഇതിന്റെ എല്ലാം അടിയിലൂടെ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിന്റെ എല്ലാം സൈഡുകളിൽ ഓരോ കടകൾ ഉണ്ടാകും. ഈ കടകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാലിന്യങ്ങൾ തള്ളാനുള്ള ഒരു ഇടമാണ് ഇത്തരം ഓടകൾ. വേനൽക്കാലത്തും മഴക്കാലത്തും ഒക്കെ ഇങ്ങനെ വേസ്റ്റ് അതിലേക്ക് തള്ളിക്കൊണ്ടിരിക്കും. വേനൽക്കാലത്താണെങ്കിൽ അത് ഒരുപാട് കൂടുകയും പിന്നീട് വെള്ളം വരുമ്പോഴേക്കും മഴക്കാലം ആകുമ്പോഴേക്കും ഇത് ബ്ലോക്ക് ആവും. പിന്നെ അത് വൃത്തിയാക്കുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും കഷ്ടപ്പാടുള്ള ഒരു പണി എന്ന് പറയാം. ഇപ്പോൾ കുറേ യന്ത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പലപ്പോഴും മനുഷ്യർ തന്നെയാണ് ഇറങ്ങി ഇത്തരം ഓടകൾ ക്ലീൻ ചെയ്യേണ്ടി വരിക. ഈ ഓടകളുടെ യഥാർത്ഥ ഉദ്ദേശം വെള്ളം അതിലെ ഒഴുകി പോവുക അല്ലെങ്കിൽ വെള്ളക്കെട്ട് തടയുക എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ പോലും നിർമ്മിച്ചിട്ടുള്ള ഓടകൾ ഒന്നും തന്നെ വെള്ളക്കെട്ട് ഒഴിവാവുന്ന തരത്തിൽ അത്രമാത്രം വെള്ളം ഒഴുകി പോകാവുന്ന വലുപ്പത്തിൽ നിർമ്മിച്ചിട്ടുള്ളതല്ല. നമ്മുടെ ഇവിടെ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള ഒരു സഞ്ചാരപാത, ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഒട്ടുമിക്ക വികസിത രാജ്യങ്ങളിലും അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്ന എല്ലാ റോഡുകളും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംവിധാനം തന്നെയാണ്. ആ റോഡിന്റെ അടിയിലൂടെ വെള്ളം ഒഴുകി പോകാനുള്ള ഓടകൾ ഉണ്ടാകും. അവിടെയുള്ള വീടുകൾ, കെട്ടിടങ്ങൾ, ഇവിടെ നിന്നൊക്കെ വരുന്ന സെപ്റ്റിക് മാലിന്യവും കൂടി കൊണ്ടുപോകാനുള്ള ഒരു സീവേജ് സിസ്റ്റം അവിടെ ഉണ്ടാകും. ഇതുകൂടാതെ ഇലക്ട്രിസിറ്റിയുടെ കേബിളുകളും മറ്റുമൊക്കെ ഈ റോഡിനടിയിലൂടെ തന്നെയായിരിക്കും പലപ്പോഴും പോവുക. ഇതുകൂടാതെ ഗ്യാസ് പൈപ്പ് ലൈൻ. ചിലർക്ക് ഇത് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നിയേക്കാം. നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ റോഡിന്റെ ഒരു സൈഡിൽ കൂടി ഈ കണ്ട കേബിളുകളെല്ലാം കൊണ്ടുപോവുക അല്ലെങ്കിൽ ഒരു ചെറിയ ഓട നിർമ്മിക്കുക എന്നൊക്കെയാണ്. എന്നാൽ വികസിതമായ രാജ്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ, ഒരു റോഡ് എന്ന് പറഞ്ഞാൽ അതിനടിയിൽ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത്രമാത്രം പ്ലാനിങ്, ദീർഘവീക്ഷണത്തോടെ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പണ്ടേ മുതലേ തന്നെ റോഡുകളൊക്കെ പണിതപ്പോൾ അത്രമാത്രം വീതി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അധിക സ്ഥലം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെയുള്ള ഓടകളിലേക്ക് വേസ്റ്റ് മറ്റുമൊക്കെ ഇടുന്ന കടകൾ അല്ലെങ്കിൽ ഹോട്ടലുകൾ, ഇവരെയൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ടുമായില്ല. ഈ മാലിന്യം സംസ്കരിക്കാനായിട്ട് അവർക്ക് വേറൊരു മാർഗവും കൂടി കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലുള്ളവരുടെ സ്വഭാവം അറിയാം. ഒരു പുഴയിലേക്ക് മാലിന്യം എറിയാനും അല്ലെങ്കിൽ റോഡിലൂടെ പോകുമ്പോൾ മാലിന്യം ആ നടു റോഡിലേക്ക് തന്നെ പെട്ടെന്ന് തട്ടിയിട്ടിട്ട് വേഗം രക്ഷപ്പെട്ടു പോകാനും ഒക്കെ കഴിയുന്നത്ര, അല്ലെങ്കിൽ കല്ല് മനസ്സുള്ളവരാണ്, അത്രമാത്രം വൃത്തികെട്ട മനസ്സുള്ളവരൊക്കെ ജീവിക്കുന്ന ഒരു നാടാണ്. വിദേശത്തൊക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഓരോ തരം മാലിന്യങ്ങളും പ്രത്യേകമായിട്ട് തരംതിരിച്ച് പല വേസ്റ്റ് ബിന്നുകൾ ഉണ്ടാവും, അതിലിടുക. അത് കൃത്യസമയങ്ങളിൽ വാഹനങ്ങളിൽ ആളുകൾ വന്ന് അത് ശേഖരിച്ചു കൊണ്ടുപോകും, അത് സംസ്കരിക്കും. അതിന് കൃത്യമായ ഒരു തുകയും അവർ കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളെ ഇതൊക്കെ ചെയ്യാൻ അനുവദിക്കുക. ഒരു വാർത്ത ഫേസ്ബുക്കിൽ കണ്ടത്, ഇവിടെയുള്ള ഒരു സ്വകാര്യ വ്യക്തി സ്വന്തം നിലയ്ക്ക് ഇങ്ങനെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് തുടങ്ങി. അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് പൂട്ടിക്കുകയാണ് ഉണ്ടായത്. അതായത് നമ്മുടെ നാട്ടിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു സംരംഭം വലിയ റിസ്ക് എടുത്ത് തുടങ്ങിയ ഒരാളെ, അയാളെ പരമാവധി ഉപദ്രവിക്കുകയാണ് ഇവിടുത്തെ ഭരണ നേതൃത്വവും മറ്റുമൊക്കെ ചെയ്തത്. ഇതാണ് ഈ നാടിന്റെ പ്രശ്നം. അല്ലാതെ ഗവൺമെന്റ് തന്നെ ഇതെല്ലാം ഓരോ വീടുകളിലും പോയി ശേഖരിച്ച്, ഇപ്പൊ നമ്മൾ ഒരുപാട് പരാതികൾ കേൾക്കുന്നുണ്ട്. ചിലർ പറയാറുണ്ട്, മാലിന്യം ഗവൺമെന്റ് തന്നെ ശേഖരിക്കാൻ ഇതുപോലെ ഓരോ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയാൽ അതിനും കുറ്റമാണ്. പക്ഷെ ഇങ്ങനെയല്ല ഇതിന്റെ പ്രവർത്തനം എന്നുള്ളതാണ്. ലോകത്ത് പലയിടത്തും വളരെ കൃത്യമായിട്ട് മാലിന്യം സംസ്കരിക്കുന്നതും അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്ന സ്വകാര്യ വ്യക്തികളും കമ്പനികളുമുണ്ട്. അവരെ കൃത്യമായിട്ട് ഇത് തുടങ്ങാൻ അനുവദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഒന്നുമില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതിവിടെ ഒന്നും തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. കിറ്റക്സിനെ പോലും ഓടിച്ച ഈ നാട്ടില് ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും സാധ്യതയുണ്ടോ? കടകളിലെല്ലാം കയറിയിട്ട് ഇവിടെ ഷിമ്മിക്കൂടുകൾ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ പോളിത്തീൻ കവറുകൾ ഉപയോഗിക്കരുത്, അതിന് വലിയ ഫൈൻ ഈടാക്കുന്നു.
പക്ഷെ നമ്മൾ വാങ്ങുന്ന എന്തും ഏത് സാധനവും പ്ലാസ്റ്റിക് കൂടുകളിൽ തന്നെയാണ്. ഇത്തരം പ്ലാസ്റ്റിക് കൂടുകളിൽ നിറച്ചിട്ടുള്ള പലവിധ സാധനങ്ങളൊന്ന് തൂക്കി പിടിക്കാനായിട്ട് നമുക്കൊരു പോളിത്തീൻ കവർ അല്ലെങ്കിൽ ഒരു ഷിമ്മിക്കൂട് ഇവർ അനുവദിക്കുന്നില്ല. ഞാൻ ഒരിക്കലും ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഹെൽമെറ്റിന്റെ ഗ്ലാസ് പൊക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മുമ്പിലോട്ട് ഒരു ബസ് പോകുന്നുണ്ട്, അതിൽ നിറച്ച് സ്കൂൾ കുട്ടികളാണ്. അപ്പോൾ ഒരു മിഠായിയുടെ കവർ പറന്നു വന്നിട്ട് കൃത്യം എൻ്റെ ഹെൽമെറ്റിനകത്തേക്ക് പോയി. എൻ്റെ മുഖത്ത് എന്തോ പറ്റി പിടിച്ചു. അതായത് ഒരു ചോക്ലേറ്റിന്റെ എന്തോ ഒരു മിഠായിയാണ്, അത് മുഴുവൻ മുഖത്തായി. ബൈക്ക് നിർത്തിയിട്ട് ഈ പ്ലാസ്റ്റിക് കവർ ഞാൻ എടുത്തു കളഞ്ഞു. ഒരുപക്ഷെ അതുകൊണ്ടൊരു ശ്രദ്ധ തിരിഞ്ഞൊരു അപകടം ഉണ്ടായേക്കാം. അതല്ല പറയുന്നത്. ഒരു സ്കൂൾ കുട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായാൽ, ഒരു മിഠായി കടലാസ് ആണെങ്കിലും ഒരു പശ്ചാത്താപവും ഇല്ലാതെ പൊതുവഴിയിലേക്ക് എറിഞ്ഞു വീഴ്ത്താനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവർ വളർന്നു വന്നാൽ ഇന്നുള്ള തലമുറ എന്താണോ ചെയ്യുന്നത് അത് തന്നെ അവരും ചെയ്യും. പുഴയിലേക്ക് അവരും വേസ്റ്റ് ഇടും, നടു റോഡിൽ മാലിന്യം തള്ളും. അതിൽ അവർക്കൊരു പശ്ചാത്താപവും ഉണ്ടാകില്ല. നേരെ മറിച്ച് ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അവിടെ ഒരു ടാസ്ക്കാണ് പലപ്പോഴും അവിടുത്തെ ബസ് സ്റ്റോപ്പുകൾ വൃത്തിയാക്കുക. ഇതൊക്കെ കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഇവിടെയാണെങ്കിൽ അതിനെതിരെ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കും. അവർക്ക് അപ്പോൾ മുതലേ ഒരു പൗരബോധം കൊടുക്കുകയാണ്. നമ്മൾ എവിടെ ഒളിമ്പിക്സും അല്ലെങ്കിൽ ഫിഫ പോലെയുള്ള വേൾഡ് കപ്പ് മത്സരങ്ങളൊക്കെ നടന്നാലും നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു കാര്യമാണ്, ജപ്പാൻകാർ വന്നിരിക്കുന്ന അവരേറ്റു പോകുമ്പോൾ ആ ഗ്യാലറി ഉൾപ്പെടെ അവർ വൃത്തിയാക്കിയിട്ടേ പോവുകയുള്ളൂ. അത് ചെയ്യാൻ അവിടെ ആളുണ്ടാകും, പക്ഷെ അവർ സ്വയം അങ്ങ് ചെയ്യുകയാണ്. ഇതാണ് സംസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെ പഠിച്ചിട്ടൊരു കാര്യവുമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ ഈ പഠിപ്പിക്കുന്ന കാലത്ത് ഇതുപോലെ പ്രയോജനമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എങ്ങനെ വൃത്തിയായിട്ട് നടക്കണം, അല്ലെങ്കിൽ എങ്ങനെ മര്യാദയോടെ വാഹനം ഓടിക്കണം, എങ്ങനെ മര്യാദയോടെ സംസാരിക്കണം, സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണം, ഒരു കമന്റ് ഇടേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് എങ്ങനെയാണ്, മതങ്ങളുടെയൊക്കെ അപ്പുറത്ത് ഒരു സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിലും പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതുകൊണ്ട് തന്നെ ഈ രാജ്യം രക്ഷപ്പെട്ടു പോയേനെ എന്നുള്ളതാണ്. പൗരബോധമുള്ള അല്ലെങ്കിൽ ലോകം എന്തെന്ന് അറിവുള്ള ഒരു ഊഹമുള്ള കുട്ടികളെങ്കിലും വളർന്നു വന്നേനെ. പക്ഷെ നമ്മളൊക്കെ എന്താണ് പഠിച്ചത്? പാശ്ചാത്യ രാജ്യങ്ങളിലെ പല സ്ഥലങ്ങളും, അതായത് അവിടെ ഏത് മൂലയ്ക്ക് നിന്നാലും നമുക്കൊരു ഫോട്ടോ പോയിന്റ് ആയിരിക്കും. അവിടെയൊക്കെ അങ്ങനെ മനോഹരമായി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ പലയിടത്തും പുല്ലുകളൊക്കെ വെട്ടി നിരത്തി, മരങ്ങൾ കാണുന്നിടത്തെല്ലാം വളരുകയല്ല. അത് കൃത്യമായ സ്ഥലങ്ങളിൽ ഓരോ മരവും ഉണ്ടാകും. അവിടെ ഇടയ്ക്കൊക്കെ പുൽമേടുകൾ ഉണ്ടാകും. ഇതൊക്കെ വെട്ടി ഒരുക്കി നിർത്തുകയായിരിക്കും. നമ്മുടെ നാടുകളിൽ ഏറ്റവും മോശമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അതായത് ആരും ശ്രദ്ധിക്കുന്നില്ല. വലിയ കർഷക പാരമ്പര്യവും അല്ലെങ്കിൽ പ്രകൃതി ഏറ്റവും അറിയാവുന്നവരാണ് എന്നൊക്കെ ഇവിടെയുള്ള പരമ്പരാഗത ചിന്തയുള്ളവർ ഊറ്റം കൊള്ളുമ്പോഴും ഒരു തോട്ടം അല്ലെങ്കിൽ ഒരു പറമ്പ് എങ്ങനെ സൗന്ദര്യാത്മകമായിട്ട് ഇടണം എന്നുള്ള ഒരു ധാരണയും ഇവിടെ ഉള്ളവർക്കില്ല. പറമ്പ് മുഴുവൻ മരങ്ങൾ ഇങ്ങനെ വളർന്ന് കാട് പിടിച്ച് കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒരു റബ്ബർ തോട്ടം തന്നെ നോക്കിയാൽ അത് കൃത്യമായ അകലങ്ങളിൽ വളരെ മനോഹരമായിട്ടും അത് ചെയ്യാം. എന്നാൽ ഇന്ന് പൊതുവെ കാണുന്നത് പോലെയും ചെയ്യാം. വാഗമണ്ണിൽ കുരിശുമല ഡയറി ഫാം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ അവിടെ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയില്ല. പണ്ട് ഞാനൊരിക്കൽ അവിടെ പോയപ്പോൾ അവിടെ ആ ഒരു ആശ്രമത്തിന്റെ ഒരു പരിസരത്ത് ചെന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ യൂറോപ്പിലെ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് നിൽക്കുന്നത് പോലെ തോന്നും. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഓരോ കയ്യാലകളും കല്ലുകളും മറ്റുമൊക്കെ അടുക്കി വെച്ച് കൃത്യമായിട്ട് മനോഹരമായിട്ട് മതിലുകൾ നിർമ്മിച്ചിരിക്കുന്നു. പുല്ലുകൾ വെട്ടി നിർത്തിയിരിക്കുന്നു. കൃത്യമായ അകലങ്ങളിൽ വളരെ മനോഹരമായ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ ഈ പറയുന്നതിനൊക്കെ എതിര് പറയാൻ ആളുകൾ ഉണ്ടാകും. കൃഷി ചെയ്യുന്നിടത്ത് സൗന്ദര്യമുള്ള മരങ്ങൾ നട്ടാൽ മതിയോ? അതല്ല പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത് മനോഹരമായിട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഏറ്റവും അലങ്കോലമായിട്ട് നമ്മുടെ നഗരങ്ങൾ കിടക്കുന്നത് പോലെ, ഒരു ആസൂത്രണവും ഇല്ലാതെ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ കിടക്കുന്നത് പോലെ തന്നെയാണ് ഒരു പറമ്പും നമ്മൾ ഇടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ വാഗമണിലെ ആ ഒരു ഇത്തിരി സ്ഥലം കണ്ടാൽ നമുക്ക് മനസ്സിലാകും, യൂറോപ്പ് പോലെ കേരളത്തിനെയും ആക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. നമുക്കിതിനൊന്നും മെനക്കെടാൻ കഴിയില്ല. ഒരല്പം മാറിക്കഴിഞ്ഞാൽ വേറെ കുറെ സ്ഥലങ്ങൾ വെറുതെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഒരു ഭംഗിയും കാണാനായിട്ട് സാധിക്കില്ല. ഇതാണ് വ്യത്യാസം. ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വളരെ വൃത്തിയുള്ള നഗരങ്ങൾ നമ്മളിവിടെ തീർക്കും, മാലിന്യങ്ങളെ കൃത്യമായി സംസ്കരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുമെന്നൊക്കെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പ്രകടന പട്ടികയൊക്കെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ മത്സരിക്കാൻ നിന്നാൽ ജനങ്ങൾ അയാളെ മൈൻഡ് ചെയ്യില്ല. നേരെ മറിച്ച് കുറെ മതചിന്തകളും വർഗീയതയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വോട്ട് കിട്ടും. പട്ടിക്ക് പേയും ആനയ്ക്ക് മതവും മനുഷ്യന് മതവും എന്നാണല്ലോ പറയുന്നത്. ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളും പണ്ട് വളരെ മനോഹരമൊന്നുമായിരുന്നില്ല. ഇന്ന് ഭാരതത്തിലൊക്കെ ഉള്ളതിലും അധികം തീവ്രമായ മതചിന്തകളായിരുന്നു പണ്ടത്തെ യൂറോപ്പിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ ചരിത്രബോധമുള്ളവർക്കറിയാം. എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അല്ലെങ്കിൽ നിസ്സാരം ഒലിവർ ട്വിസ്റ്റ് പോലെയുള്ള നോവലുകൾ പോലും വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇന്ന് യൂറോപ്പ് മനോഹരമാണ്. അവര് തിരുത്തിയതാണ്. പക്ഷെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല മാതൃകകൾ മുൻപിൽ ഉണ്ടായിട്ടും നമ്മൾ അനുകരിക്കുന്നില്ല. സ്വിറ്റ്സർലൻഡ് മനോഹരമാണെന്നും ഓസ്ട്രിയ മനോഹരമാണെന്നും ഒക്കെ നമ്മൾ പറയുമ്പോൾ അവിടെയൊക്കെ ഓരോ വീട്ടുകാരനും അല്ലെങ്കിൽ ഓരോ കെട്ടിടം നടത്തുന്നവനും ഒക്കെ ഉത്തരവാദിത്തമുണ്ട്. അവരുടെ മുൻപിലുള്ള, അത് അവരുടെ പറമ്പ് അല്ലെങ്കിൽ പോലും അവർക്ക് മുൻപിലുള്ള വഴിയുടെ സൈഡിലുള്ള പുല്ലെല്ലാം അവർ വെട്ടി ഒതുക്കിയിരിക്കണം.
അവർ വെട്ടിയില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാർ വന്ന് വെട്ടും, പക്ഷെ അതിന് അവർ പറയുന്ന കാശ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ തന്നെ വൃത്തിയാക്കും, അല്ലെങ്കിൽ സ്നോ മാറ്റണം. ഇതൊക്കെ നമ്മുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ മുൻപിൽ ഒരു റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിന്റെ ഒരു ഇത്തിരി ഭാഗം നിങ്ങൾ അടിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കലാപമുണ്ടാക്കും. നമ്മൾ ഇവിടെയുള്ള വേസ്റ്റും കൂടെ വാരിക്കെട്ടി അയൽവക്കക്കാരന്റെ പറമ്പിലേക്ക് എറിയാനുള്ള മത്സരമാണ്. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പൊട്ടക്കിണർ കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് ആ നാട്ടുകാരെല്ലാം മാലിന്യം തള്ളാൻ മത്സരമായിരിക്കും. നമ്മുടെ ഇവിടെ സംഭവിച്ചത്, ബ്രിട്ടീഷുകാർ അന്ന് കൃത്യമായ പ്ലാനിങ്ങോടെ ഒരു നഗരം ആസൂത്രണം ചെയ്തു. പിന്നീട് അവർ പോയതിനു ശേഷം നമ്മുടെ കയ്യിൽ ഭരണം വരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ നഗരം ആസൂത്രണം ചെയ്യുന്നതോ കൃത്യമായ ഒരു വികസനം ആ നഗരത്തിന് ഉണ്ടാക്കുന്നതിലോ ഒന്നും ഇവിടെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നീട് കെട്ടലുകളാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഉള്ളതിനേക്കാളും മനോഹരമായിട്ട് അന്നത്തെ ബ്രിട്ടീഷ് നഗരങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യാതൊരു ആസൂത്രണവും ഇല്ലാതെ റോഡുകൾ പണിയുന്നു, ഓരോ കെട്ടിടങ്ങൾക്ക് അനുവാദം കൊടുക്കുന്നു. ഇവിടെ ടൗൺ പ്ലാനിങ്ങിനൊക്കെ ഇരിക്കുന്നവരാണ് ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒരു വീട് പണിയുന്നതിന് പ്രത്യേക രീതികളൊക്കെ ഉണ്ട്. ആ ഒരു പ്രദേശത്തിന് ചേർന്ന രീതിയിൽ പണിയണം, അവർ പറയുന്ന പെയിന്റ് ചെയ്യണം. നമ്മുടെ ഇവിടെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? അപ്പൊ പറഞ്ഞു വരുന്നത്, എന്തിനും ഏതിനും രാഷ്ട്രീയക്കാരെ കുറ്റപ്പെടുത്തുമ്പോൾ ജനങ്ങളുടെ നേർ പ്രതിഫലനം തന്നെയാണ് രാഷ്ട്രീയക്കാരും എന്നുള്ളതാണ്. ഇവിടുത്തെ ഹൈവേയുടെ വീതി കുറച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് നിവേദനവുമായിട്ട് പോയ MLA-മാരും MP-മാരും ഒക്കെയുള്ള നാടാണ് നമ്മുടെ കേരളം പോലും. എന്തുകൊണ്ടാണ് ഇവിടെയുള്ള രാഷ്ട്രീയക്കാർക്കോ ഉദ്യോഗസ്ഥർക്കോ ഒന്നും ഉത്തരവാദിത്തമില്ലാത്തത്? അല്ലെങ്കിൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവരാനൊന്നും ഇവർക്ക് കഴിവില്ലാത്തതും അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഐഡിയ ഇല്ലാത്തതും ഒക്കെ എന്തുകൊണ്ടാണ്? അടിസ്ഥാന വർഗം ശരിയാകണമെന്നുള്ളതാണ്. ജനങ്ങളുടെ തന്നെ മനോഭാവം മാറണം. അവനവന്റെ മുറി വൃത്തിയാക്കുന്നത് പോലെ അവനവന്റെ വീട് വൃത്തിയാക്കാനുള്ള ചിന്തയുള്ളതുപോലെ തന്നെ പരിസരവും എന്റേതാണ്, അത് ഞാൻ വൃത്തിയാക്കണം, ഞാനായിട്ട് ഇതൊന്നും മലിനമാക്കില്ല എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അവനവനെ കൊണ്ടാവുന്നത് പോലെ വൃത്തിയാക്കാനുള്ള ഒരു ചിന്ത, മാലിന്യം വലിച്ചെറിയാതിരിക്കാനുള്ള ഒരു തീരുമാനം, ഇതൊക്കെ തന്നെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരിക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരങ്ങൾ ഇന്ത്യയിലുള്ളതൊക്കെ തന്നെയാണ്. ടോക്കിയോ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം ആളുകൾ ജീവിക്കുന്നത് ഡൽഹിയിലാണ്. ഏകദേശം 3 കോടിയോളം. അല്ലെങ്കിൽ വിശാലമായ ഡൽഹി എടുത്താൽ കേരളത്തിൽ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ടോ അത്രയും ആളുകളാണ് ഈ വിശാല ഡൽഹിയിൽ താമസിക്കുന്നത് എന്ന് പറയാം. മുംബൈയും ഒരു പ്രധാന സ്ഥാനത്തുണ്ട്. എന്നാൽ ഇവിടെയൊക്കെ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് ഭൂമിയിലെ പുഴുക്കളെ പോലെയാണ് എന്ന് പറയാം. ധാരാവി പോലെയുള്ള ചേരികളുടെ കാര്യം നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്നതാണ്. 10 ലക്ഷത്തോളം ഒക്കെ ആളുകൾ തിങ്ങിക്കൂടി ജീവിക്കുന്ന ഒരു പ്രദേശം. ഈ ഒരു മാപ്പ് തന്നെ ശ്രദ്ധിക്കുക. ആ നീല കളറിൽ കാണുന്ന അത്രയും ഭാഗത്ത് ഭൂമിയിലെ 5% ആളുകൾ ജീവിക്കുന്നുണ്ട്. ഒരു ചുമപ്പ് കളറിലും നിങ്ങൾ കാണുന്നുണ്ട്, ആ ഭാഗത്തും ഭൂമിയിലെ 5% ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഭൂമിയിൽ ആളുകൾ ജീവിക്കുക. നമ്മൾ പണ്ടൊരിക്കൽ വീഡിയോ ചെയ്തതാണ്, ഭൂമിയിലെ 99% സ്ഥലത്തും ഒരു മനുഷ്യൻ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു പ്രദേശമാണ് ഈ നോർത്ത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് UP-യും അല്ലെങ്കിൽ ഈ ഡൽഹിയും ബീഹാറും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വലിയ പ്രദേശം. കേരളവും വളരെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്ഥലമാണ്. ഇന്ന് ജനസംഖ്യയിൽ 1-ാം സ്ഥാനം ഇന്ത്യക്കാണ്, 2-ാം സ്ഥാനം ചൈനയ്ക്കാണ്. ചൈനയിലും ഇന്ത്യയിലും ഒരേ പോപ്പുലേഷൻ ആണെന്ന് പറഞ്ഞാൽ പോലും ഇന്ത്യയുടെ 3 ഇരട്ടി വലുതാണ് ചൈന. എങ്കിലും ചൈനയുടെ കിഴക്കൻ ഭാഗങ്ങളിലാണ് മുഴുവൻ ആളുകളും ജീവിക്കുന്നത്. ചൈനയിലെ ഗ്രാമങ്ങൾ പോലും ഇന്ത്യയിലെ വലിയ നഗരങ്ങളെക്കാളും എത്രയോ വൃത്തിയാണ് എന്നുള്ളതാണ്. വളരെ മോശമായി കിടക്കുന്ന അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഒരു ചേരി പോലും ഇന്ന് ചൈനയിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം 49-ൽ രൂപീകൃതമായ ഒരു രാജ്യമാണ് ചൈന എന്ന് ഓർക്കുക. അവരവിടെയൊക്കെ എത്തിയിരിക്കുന്നു. നമ്മളോ? എന്തുകൊണ്ടാണ്? ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്കൊരു പ്ലാനിങ്ങും ഇല്ല. ഒരു നഗരം പണിയുന്നതിൽ കിടക്കുന്നുണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും. ദീർഘവീക്ഷണമില്ലാതെ, പ്ലാനിങ് ഇല്ലാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, കെട്ടലുകൾ. ആളുകൾ കുടുങ്ങി കിടക്കുകയാണ് എല്ലായിടത്തും. വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടുള്ള പല വീഡിയോകളിലും സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു കമൻ്റാണ്, ഹീസ് ഡൂയിങ് എന്ത് വീഡിയോ അബൌട്ട് ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞുകൊണ്ട്. ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ വേറൊരു കമൻറ്റ് കണ്ടത്, വിദേശത്തേക്ക് പോകുന്ന സ്റ്റുഡൻസ് ആണ് ഇയാളുടെ പല വീഡിയോകളിലെയും സ്ഥിരം വേട്ടമൃഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. തക്കതായ പ്രയോജനമുണ്ടെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചാനൽ തന്നെയാണത്, അല്ലാതെ മറിച്ചല്ല. പക്ഷേ ഇവിടെ നിന്ന് ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഇവിടുത്തെ അടിസ്ഥാന സൗകര്യമില്ലായ്മയും വൃത്തിയില്ലായ്മയുമാണ്. നമ്മൾ പറയും ജോലി ഇല്ലാത്തതാണ്, കയ്യിൽ പണമില്ലാത്തതാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളുടെ ആ സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അതിനേക്കാളും ഒക്കെ ഏറെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് വളരെ അടിസ്ഥാന സൗകര്യങ്ങളും അല്ലെങ്കിൽ ശുചിത്വവുമുള്ള ഒരു നാട്ടിൽ പോയി ജീവിക്കണം എന്ന് തന്നെയായിരിക്കും. എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.